നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ അങ്ങനെയാണ്. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും. എല്ലാം ഒരുപോലെ തന്നെയാണെന്ന് തോന്നും. എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നില്ലെന്ന് തോന്നും. പക്ഷെ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ഒരുപക്ഷെ ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു പുതിയ അവസരമായിരിക്കാം, നാളുകളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു കാര്യം നടക്കുന്നതായിരിക്കാം, സാമ്പത്തികമായി ഒരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ ഒരു പഴയ വിഷമത്തെ പൂർണ്ണമായി വിട്ടുകളയാനുള്ള ശക്തി ലഭിക്കുന്നതായിരിക്കാം. 2026 അവസാന മാസങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ളതാണ്. നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം മാത്രം നോക്കി 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചന കാണാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. പേരിന്റെ ആദ്യ അക്ഷരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പൊതുവായ ആത്മീയ ന്യൂമറോളജി രീതിയിലുള്ള വായനയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരവും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ച് അറിയാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഏറെക്കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യത്തിൽ മാറ്റത്തിന്റെ തുടക്കം കാണാൻ സാധ്യതയുള്ള സമയമാണ് 2026 അവസാന ഭാഗം എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വൈകിയിട്ടുണ്ടാകും. ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്നത് ഇവരുടെ ജീവിതത്തിൽ എല്ലാം എളുപ്പത്തിൽ നടക്കുന്നു എന്നായിരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാം പിന്നിൽ എത്രത്തോളം പരിശ്രമമുണ്ടെന്ന്. എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം തീരുമാനങ്ങളിലാണ്. നാളുകളായിട്ട് എടുക്കാൻ മടിച്ച ഒരു തീരുമാനം നിങ്ങൾ എടുക്കും. ഒരു ജോലി മാറ്റം, ഒരു പുതിയ സംരംഭം, ഒരു യാത്ര, ഒരു ബന്ധത്തെക്കുറിച്ചുള്ള തീരുമാനം, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു പുതിയ വഴി. 2026 അവസാനിക്കുന്നതിന് മുൻപ് ഇത് ഇനി ഇങ്ങനെ തുടരാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വരാം. അതാണ് നിങ്ങളുടെ പുതിയ തുടക്കം. സാമ്പത്തിക കാര്യങ്ങളിലും ചെറിയൊരു ആശ്വാസം ലഭിക്കാനുള്ള സാധ്യത കാണാം. വലിയൊരു തുക ഒരേ സമയം ലഭിക്കും എന്നല്ല, പക്ഷെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിൽ നിന്ന് കുറച്ച് പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാകാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അടുത്തു വരാം. അത് പുതിയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ പഴയ ഒരാളുമായുള്ള ബന്ധം വീണ്ടും ശക്തമാകുന്നതായിരിക്കാം. എ എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: വൈകിയതെല്ലാം നഷ്ടപ്പെട്ടതല്ല, ചില കാര്യങ്ങൾ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം സാമ്പത്തികവും കുടുംബപരവുമായ മേഖലയിൽ വരാൻ സാധ്യതയുണ്ട് എന്നതാണ്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന ആളുകളാണ്. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തെ സഹായിക്കുന്ന സ്വഭാവം കാണാം. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എനിക്ക് വേണ്ടി ആരാണ് ചിന്തിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ ഇനി കാര്യങ്ങൾ മാറിത്തുടങ്ങും. നിങ്ങൾ ചെയ്ത ഒരു സഹായത്തിന് തിരിച്ച് സഹായം ലഭിക്കാം. നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഒരാൾ കൂടെ നിൽക്കാം. സാമ്പത്തികമായി മുടങ്ങിക്കിടന്ന ഒരു കാര്യം വീണ്ടും ചലിക്കാം. പണം വരാനുള്ള ഒരു പുതിയ വഴി തുറക്കാം. പ്രത്യേകിച്ച് വർഷത്തിന്റെ അവസാന ഭാഗത്ത് ചെറിയതെങ്കിലും സ്ഥിരത നൽകുന്ന ഒരു അവസരം നിങ്ങളെ തേടിയെത്താം. തൊഴിൽ മേഖലയിലുള്ളവർക്ക് പുതിയ ഉത്തരവാദിത്വം ലഭിക്കാം. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളോ പുതിയ ബന്ധങ്ങളോ ലഭിക്കാം. കുടുംബത്തിൽ നാളുകളായിട്ട് നിലനിന്നിരുന്ന ഒരു വിഷമത്തിന് പരിഹാരം കാണാനും സാധ്യതയുണ്ട്. ബി എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയ നല്ലത് വൈകിയാലും നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ഇനി അടുത്തതായിട്ട് സി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. നിങ്ങളുടെ പേര് തുടങ്ങുന്നത് സി എന്ന അക്ഷരത്തിലാണെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റം മനസ്സിലാണ് ആദ്യം തുടങ്ങുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറുന്നതിന് മുൻപ് നിങ്ങളുടെ ചിന്ത മാറും. നിങ്ങൾക്ക് മുൻപ് വളരെയധികം വിഷമിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി അത്രയും വിഷമിക്കാതാകും. ആരെന്തു പറഞ്ഞു, ആരാണ് വിട്ടുപോയത്, ആരാണ് നിങ്ങളെ മനസ്സിലാക്കാത്തത്, ഇതൊക്കെ ചിന്തിച്ച് സമയം കളയുന്ന സ്വഭാവം കുറയും. നിങ്ങൾ സ്വയം മുൻഗണന നൽകാൻ തുടങ്ങും. അതോടൊപ്പം ഒരു പുതിയ അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇത് ജോലി സംബന്ധമായിരിക്കാം, പഠന സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയുന്നതായിരിക്കാം. സി എന്ന അക്ഷരക്കാർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം സ്വന്തം കഴിവിൽ വീണ്ടും വിശ്വാസം വരുന്നതാണ്. ഒരു കാലത്ത് നിങ്ങൾ ഉപേക്ഷിച്ച ഒരു ആഗ്രഹം വീണ്ടും മനസ്സിൽ വരാം. ഇത് എനിക്ക് ചെയ്യണം എന്ന തോന്നൽ വീണ്ടും ഉണ്ടാകും. അത് അവഗണിക്കരുത്. സി എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്നാണ് നിങ്ങളുടെ അടുത്ത തുടക്കം. ഇനി അടുത്തതായിട്ട് ഡി എന്ന അക്ഷരത്തിൽ പേരു തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഡി എന്ന അക്ഷരക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് ഒരു മുടക്കം മാറുന്ന സൂചനയാണ് കാണുന്നത്. നാളുകളായിട്ട് ഒരു കാര്യം നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരു രേഖ, ഒരു അംഗീകാരം, ഒരു ജോലി, ഒരു പണം, ഒരു ബന്ധം, ഇതിലേതെങ്കിലും ഒരു കാര്യം നീണ്ടു നിന്നിരുന്നുവെങ്കിൽ അതിൽ ചലനമുണ്ടാകും. ഡി എന്ന അക്ഷരക്കാർക്ക് പലപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപേ തന്നെ ഏറ്റവും മോശമായത് ചിന്തിക്കും. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ മാറാൻ സാധ്യതയുണ്ട് എന്നതാണ്. സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേണ്ടാത്ത ചില ചിലവുകൾ കുറയ്ക്കാൻ നിങ്ങൾ തീരുമാനിക്കും. അതിലൂടെ പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ നിയന്ത്രണം വരും. കുടുംബത്തിൽ ഒരാളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. ബന്ധങ്ങളിൽ നിങ്ങളോട് അകന്നു നിന്നിരുന്ന ഒരാൾ വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക: പഴയ ബന്ധം തിരിച്ചു വരുന്നത് കൊണ്ട് മാത്രം പഴയ രീതിയിൽ തന്നെ സ്വീകരിക്കേണ്ടതില്ല. നിങ്ങളുടെ സമാധാനമാണ് ആദ്യം വേണ്ടത്. ഡി എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: മുടക്കം വന്നത് നിങ്ങളുടെ പരാജയമല്ല, ചിലപ്പോൾ അത് വലിയൊരു തെറ്റിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഇടവേളയാണ്. ഇനി അടുത്തതായിട്ട് ഇ എന്ന അക്ഷരത്തിൽ പേരു തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഇ എന്ന അക്ഷരക്കാരോട് പറയാനുള്ളത്, 2026 അവസാന ഭാഗം പുതിയ ആളുകളും പുതിയ അവസരങ്ങളും കൊണ്ടുവരുന്ന കാലമായിരിക്കും നിങ്ങൾക്ക് എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പരിചയം ഉണ്ടാകാം. ആ വ്യക്തി പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറാം. അത് ഒരുപക്ഷെ സുഹൃത്തായിരിക്കാം, ജോലിയിലെ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനത്തിന് സഹായിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇ എന്ന അക്ഷരക്കാർക്ക് യാത്രകളുടെ സാധ്യതയും കാണാം. ചെറിയ യാത്രയായാലും സ്ഥലം മാറിപ്പോകുന്ന തരത്തിലുള്ള യാത്രയായാലും ഒരു യാത്ര നിങ്ങളുടെ ചിന്തയിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്നതാണ്. പണത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് വലിയ നേട്ടം എന്നതിലുപരി പുതിയ വരുമാന മാർഗത്തെക്കുറിച്ചുള്ള ചിന്ത ശക്തമാകാം. നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അധിക വരുമാനം നേടാനുള്ള അവസരം തേടുക. ഇ എന്ന അക്ഷരക്കാരോട് പറയാനുള്ളത്, ഒരു പുതിയ വാതിൽ തുറക്കുമ്പോൾ അത് നിങ്ങൾക്കുള്ളതല്ലെന്നു കരുതി പിന്നോട്ട് പോകരുത്. ശ്രമിച്ചു നോക്കുക. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇനി അടുത്തതായിട്ട് എഫ് എന്ന അക്ഷരത്തിൽ പേരു തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എഫ് എന്ന അക്ഷരക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ബന്ധങ്ങളിലും മനസ്സിലുമായിരിക്കും എന്നതാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുടെ വില നിങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യം വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വാഭാവികമായി അകന്നു പോകേണ്ട ചില ആളുകൾ അകന്നു പോകാനും സാധ്യതയുണ്ട്. ഇത് ആദ്യം വിഷമം നൽകാം, പക്ഷെ പിന്നീട് അവർ പോയത് നന്നായി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. എഫ് എന്ന അക്ഷരക്കാർക്ക് വർഷാവസാനത്തോടെ ഒരു വ്യക്തമായ തിരിച്ചറിവുണ്ടാകും. അത് മറ്റൊന്നുമല്ല, ആരൊക്കെയാണ് സ്വന്തം ആളുകളെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധ വേണം. ആവേശത്തിൽ പണം ചിലവാക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ഭാവിക്കായി ചെറിയൊരു തുക പോലും മാറ്റിവെക്കാൻ തുടങ്ങുക. എഫ് എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറയുന്ന ചില കാര്യങ്ങൾ നഷ്ടമല്ല, അതാണ് പുതിയ കാര്യങ്ങൾക്ക് ഇടമൊരുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ജി എന്ന അക്ഷരത്തിൽ പേരു തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ജി എന്ന അക്ഷരത്തിൽ പേരു തുടങ്ങുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകാരം ലഭിക്കുന്ന ഒരു ഘട്ടമാണ് വരുന്നത് എന്നതാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതുവരെ പലരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കാൻ തുടങ്ങും. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ ശ്രദ്ധ ലഭിക്കാം.
സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ആളുകൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാം. സോഷ്യൽ മീഡിയ, കല, വ്യാപാരം, അധ്യാപനം, സംസാരിക്കുന്ന മേഖല തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നല്ല പ്രതികരണം ലഭിക്കാം. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു മറുപടി ലഭിക്കാനും സാധ്യതയുണ്ട്. ജി എന്ന അക്ഷരക്കാർക്ക് ഒരു പ്രധാന നിർദ്ദേശം ഇതാണ്: നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ എനിക്ക് പറ്റുമോ എന്ന് ചിന്തിച്ച് പിന്നോട്ട് പോകരുത്. ശ്രമിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാകും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ആ ഒരു സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. ഇനി അടുത്തതായിട്ട് എച്ച് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം എച്ച് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് ഒരു പഴയ ഭാരത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സാധ്യത കാണാം. അത് സാമ്പത്തിക ബാധ്യതയായിരിക്കാം, ഒരു ബന്ധത്തിലെ പ്രശ്നമായിരിക്കാം, ജോലിയിലെ സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു വിഷമമായിരിക്കാം. ഒന്നൊന്നായി കാര്യങ്ങൾ ലളിതമാകാൻ തുടങ്ങും എന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സമാധാനം വേണമെന്ന ആഗ്രഹം ശക്തമാകും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ആളുകളിൽ നിന്നും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങും. എച്ച് എന്ന അക്ഷരക്കാർക്ക് സാമ്പത്തികമായി ഒരു തുക കൈവശം വരാനുള്ള സാധ്യതയേക്കാൾ സാമ്പത്തിക നിയന്ത്രണം നേടുന്നതാണ് വലിയ നേട്ടം. ചിലവുകൾ കുറയും. പണം എവിടേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഭാവിക്കായി ആസൂത്രണം ചെയ്യാൻ തുടങ്ങും. എച്ച് എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: സമാധാനം കിട്ടുന്ന ജീവിതമാണ് യഥാർത്ഥ സമ്പത്ത്. അത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്തതായിട്ട് ഐ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഐ എന്ന അക്ഷരക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനം വരുന്നു എന്നതാണ്. ഇതുവരെ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ തീരുമാനത്തിന് പ്രാധാന്യം നൽകും. ജോലി മാറണമോ, പുതിയൊരു കാര്യം തുടങ്ങണമോ, ഒരു യാത്ര പോകണമോ, ഒരു ബന്ധത്തെക്കുറിച്ച് തീരുമാനിക്കണമോ, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും. ഐ എന്ന അക്ഷരക്കാർക്ക് പുതിയ പഠനത്തിനും കഴിവ് വികസിപ്പിക്കുന്നതിനും നല്ല സമയം ഉപയോഗിക്കാം. നിങ്ങൾ പഠിക്കുന്ന ഒരു ചെറിയ കഴിവ് പോലും ഭാവിയിൽ വരുമാനത്തിന് കാരണമാകും. അതിനാൽ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഒരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുക. ഐ എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ അടുത്ത ജീവിതഘട്ടത്തിന്റെ വാതിൽ തുറക്കുന്നത് നിങ്ങളുടെ ഒരു തീരുമാനത്തിലൂടെ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് ജെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ജെ എന്ന അക്ഷരക്കാരോട് പറയാനുള്ളത് 2026 അവസാനിക്കുന്നതിന് മുൻപ് സാമ്പത്തികമായി പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ലഭിക്കാം എന്നതാണ്. ഇത് ജോലി സംബന്ധമായിരിക്കാം, ശമ്പളവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഒരു പഴയ പണം തിരികെ ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അധിക വരുമാനത്തിനുള്ള അവസരമായിരിക്കാം. നിങ്ങൾ പണം സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ നീങ്ങേണ്ട സമയമാണ്. ലഭിക്കുന്ന പണം മുഴുവൻ ചിലവാക്കാതെ കുറച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുക. ബന്ധങ്ങളിൽ ഒരു വ്യക്തിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറാം. ജെ എന്ന അക്ഷരക്കാർക്ക് കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം നടക്കാനും സാധ്യതയുണ്ട്. വീട്ടിൽ ഒരു ആഘോഷം, ഒരു നല്ല വാർത്ത, ഒരു പുതിയ തുടക്കം, ഇതിലേതെങ്കിലും ജെ എന്ന അക്ഷരക്കാരുടെ വീട്ടിൽ സംഭവിച്ചിരിക്കും. ഇനി അടുത്തതായിട്ട് ജെ എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ കാത്തിരുന്ന മറുപടി വൈകിയാലും വരാനുള്ള സാധ്യത ഉപേക്ഷിക്കരുത്. അടുത്തതായിട്ട് കെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. കെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകാം എന്നതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറി ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാം. ഇത് ചിലർക്ക് പേടി തോന്നിക്കുന്ന തീരുമാനമായിരിക്കും. പക്ഷെ ആ ഒരു തീരുമാനം എടുത്ത ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്ന്. കെ എന്ന അക്ഷരക്കാർക്ക് തൊഴിൽ മേഖലയിൽ മാറ്റം വരാം. സ്ഥലം മാറ്റം, പുതിയ ജോലി, പുതിയ ഉത്തരവാദിത്വം, സ്വന്തം സംരംഭം, ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികമായി പണം വരാനുള്ള പുതിയ വഴി കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരേ സമയം വലിയ റിസ്ക് എടുക്കരുത്. ചിന്തിച്ച് തീരുമാനിക്കുക. കെ എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് തടയാൻ ശ്രമിക്കേണ്ട. ശരിയായ മാറ്റത്തെ സ്വീകരിക്കാൻ പഠിക്കുക. ഇനി അടുത്തതായിട്ട് എൽ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എൽ എന്ന അക്ഷരക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും കുടുംബ ബന്ധങ്ങളും ശക്തമാകുന്ന സമയമാണെന്നത് തിരിച്ചറിയുക. വീട്ടിൽ ഏറെ കാലമായി സംസാരിക്കാത്ത ഒരാൾ വീണ്ടും അടുത്തു വരാം. ഒരു തെറ്റിദ്ധാരണ മാറാം. ഒരു പഴയ വിഷമം അവസാനിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് പുതിയൊരു ആലോചന വരാം. ബന്ധത്തിലുള്ളവർക്ക് അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാം.
സാമ്പത്തികമായി കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായി പണം ചിലവാക്കേണ്ടി വരാം. അതുകൊണ്ട് മുൻകൂട്ടി പദ്ധതിയിടുക. എൽ എന്ന അക്ഷരക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ശരിയായ ആളുകളെ തിരിച്ചറിയുക എന്നതാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ്. ഇനി അടുത്തതായിട്ട് എം എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എം എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം വീണ്ടും സജീവമാകുന്ന സമയമാണ് എന്നതാണ്. നിങ്ങൾ ഉപേക്ഷിച്ച ഒരു സ്വപ്നം വീണ്ടും മനസ്സിലേക്ക് വരാം. ഇനി എന്ത് ചെയ്യണം എന്ന് തോന്നും. അത് ഒരു വീട് വാങ്ങാനുള്ള ആഗ്രഹമായിരിക്കാം, ഒരു ജോലി നേടാനുള്ള ആഗ്രഹമായിരിക്കാം, ഒരു യാത്ര, ഒരു ബിസിനസ്, ഒരു പഠനം, അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റൊരു ലക്ഷ്യം. 2026 അവസാനിക്കുന്നതിന് മുൻപ് അതിലേക്ക് ആദ്യത്തെ പ്രധാന ചുവടുവെപ്പ് എടുക്കാൻ കഴിയും എന്നതാണ്. എം എന്ന അക്ഷരക്കാർക്ക് സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണ്ട സമയമാണ്. വലിയ നേട്ടം പ്രതീക്ഷിച്ച് അനാവശ്യ റിസ്ക് എടുക്കരുത്. നിങ്ങളുടെ വളർച്ച പതുക്കെയായാലും സ്ഥിരതയുള്ളതാകണം. എം എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ ആഗ്രഹിച്ചതിന്റെ പകുതി വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തിരിഞ്ഞു പോകരുത്. ഇനി അടുത്തതായിട്ട് എൻ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എൻ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വാർത്ത വരാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നതാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു മറുപടി, ഒരു അംഗീകാരം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. ആ വാർത്ത നിങ്ങളെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് നയിക്കും എന്നതാണ്. എൻ എന്ന അക്ഷരക്കാർക്ക് യാത്രയുടെ സാധ്യതയും കാണാം. സ്ഥലം മാറൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായ യാത്രയും ഉണ്ടാകാം. കുടുംബത്തിൽ ഒരാളുടെ സഹായം ലഭിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ ശ്രമിക്കരുത്. ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. എൻ എന്ന അക്ഷരക്കാർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ കാത്തിരിക്കുന്ന വാതിൽ തുറക്കുന്നതിന് മുൻപ് അതിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ഇനി അടുത്തതായിട്ട് ഒ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഒ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരതയിലേക്ക് പോകുന്ന ഒരു ഘട്ടം തുടങ്ങാം എന്നതാണ്. നിങ്ങൾക്ക് മുൻപ് പണം വന്നാലും കയ്യിൽ നിൽക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം. ഇനി പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ബോധം വരും. ഒരു പുതിയ വരുമാന മാർഗം കണ്ടെത്തും, അല്ലെങ്കിൽ നിലവിലുള്ള വരുമാനം മെച്ചപ്പെടുത്താനുള്ള അവസരം ലഭിക്കും. ഒ എന്ന അക്ഷരക്കാർക്ക് കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു സംഭവം ഉണ്ടാകും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാറ്റം വരാം. വീട് പുതുക്കൽ, പുതിയ സാധനം വാങ്ങൽ, സ്ഥലം മാറ്റം, അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഒ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: ചെറിയ മാറ്റങ്ങളെ അവഗണിക്കരുത്. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറുതായിരിക്കും. ഇനി അടുത്തതായിട്ട് പി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. പി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം വരാം എന്നതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ അവസരമെത്താം. ഒരു വ്യക്തി നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു സുഹൃത്ത് ഒരു ജോലി നിർദ്ദേശിക്കാം. ഒരു ഫോൺ കോൾ പുതിയ വാതിൽ തുറക്കാം. അതുകൊണ്ട് ഈ കാലയളവിൽ വരുന്ന നല്ല അവസരങ്ങളെ പെട്ടെന്ന് നിരസിക്കരുത്. ചിന്തിക്കുക, അന്വേഷിക്കുക, ശരിയാണെന്ന് തോന്നിയാൽ മുന്നോട്ട് പോവുക. പി എന്ന അക്ഷരക്കാർക്ക് ബന്ധങ്ങളിൽ ഒരു വ്യക്തതയെക്കുറിച്ചുള്ള സത്യം മനസ്സിലാകും. ആ തിരിച്ചറിവ് ആദ്യം ഞെട്ടിച്ചാലും പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം സ്വീകരിക്കേണ്ടതില്ല. പക്ഷെ നല്ല അവസരം പേടിച്ച് ഉപേക്ഷിക്കരുത്. ഇനി അടുത്തതായിട്ട് ക്യൂ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ക്യൂ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ കുറവാണെങ്കിലും ഈ അക്ഷരക്കാർക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റമാണ്. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാത്ത ഒരു സാഹചര്യം വരാം. ആ മാറ്റം ആദ്യം ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ പിന്നീട് അതുതന്നെ നല്ലൊരു വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്നതാണ്. ക്യൂ എന്ന അക്ഷരക്കാർക്ക് യാത്ര, ജോലി, ബന്ധം എന്നിവയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങൾ വരാം. അതിനാൽ മനസ്സ് തുറന്നു നിൽക്കുക. ഭയന്ന് എല്ലാം നിരസിക്കരുത്. ക്യൂ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: ജീവിതം നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് മാത്രം നടക്കണമെന്നില്ല. ചിലപ്പോൾ ദൈവത്തിന്റെ വഴി അതിലും നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം തൊഴിൽ, സാമ്പത്തിക മേഖലയിലായിരിക്കും എന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ലഭിക്കാം.
അതോടൊപ്പം കൂടുതൽ വരുമാനത്തിനുള്ള സാധ്യതയും വരാം. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയും. നിങ്ങളുടെ പേര് കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങും. നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നവർ വർദ്ധിക്കും. ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഒരു പഴയ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനുള്ള അവസരവും ലഭിക്കും. എന്നാൽ വിജയം വന്നാൽ അഹങ്കരിക്കരുത്. നിങ്ങളെ സഹായിച്ചവരെ മറക്കരുത്. ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ കാത്തിരുന്ന ഉയർച്ചയുടെ ആദ്യപടി നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഇനി അടുത്തതായിട്ട് എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു മാറ്റം ഉണ്ടാകാം എന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറെക്കാലമായി വിഷമം നൽകിയ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാം. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് പലപ്പോഴും മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകാം. പക്ഷെ ഇനി ചിന്തിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നതാണ്. സാമ്പത്തികമായി ഒരു പുതിയ ലക്ഷ്യം വയ്ക്കും. ഉദാഹരണത്തിന് കടം കുറയ്ക്കുക, സേവിങ്സ് തുടങ്ങുക, വീട് വാങ്ങുക, ഒരു പുതിയ സംരംഭം തുടങ്ങുക. ഇങ്ങനെ ബന്ധങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് സത്യസന്ധമായി നിൽക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകും. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതം മാറ്റാൻ മറ്റാരും വരേണ്ടതില്ല. ഒരു ഉറച്ച തീരുമാനം മാത്രം മതി. ഇനി അടുത്തതായിട്ട് ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം കാണാം എന്നതാണ്. പഴയ രീതിയിൽ നിന്ന് മാറി പുതിയൊരു ജീവിതക്രമം തുടങ്ങാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ജോലി ചെയ്യുന്ന രീതി വരെ നിങ്ങൾ സ്വയം മാറ്റാൻ തുടങ്ങും. ഈ മാറ്റം ആദ്യം ചെറിയതായിരിക്കും, പക്ഷെ അതിന്റെ ഫലം പിന്നീട് വലിയതാകും എന്നതാണ്. ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയാം. സാമ്പത്തികമായി അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും കഴിയും. ഒരു പ്രധാന വാങ്ങൽ അല്ലെങ്കിൽ നിക്ഷേപ തീരുമാനം വരാം. വളരെ ശ്രദ്ധിച്ചു മാത്രം തീരുമാനമെടുക്കുക. ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: പുതിയ ജീവിതം തുടങ്ങാൻ ജനുവരി വരെ കാത്തിരിക്കേണ്ടതില്ല, ഇന്നു തന്നെ തുടങ്ങാം. ഇനി അടുത്തതായിട്ട് യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട സന്തോഷം വരാം എന്നതാണ്. നിങ്ങൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ഒരു കുടുംബകാര്യത്തിന് പരിഹാരം കാണാൻ കഴിയും. വീട്ടിൽ നല്ലൊരു വാർത്ത വരാം. ഒരു പുതിയ അംഗത്തിന്റെ വരവുണ്ടാകാം. വിവാഹം, ജോലി ലഭിക്കൽ, വിദേശയാത്ര അല്ലെങ്കിൽ സാമ്പത്തിക ആശ്വാസം, ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനേക്കാൾ എനിക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യം ചോദിക്കുക. യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അതോടൊപ്പം നിങ്ങളെയും മറക്കരുത്. ഇനി അടുത്തതായിട്ട് വി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. വി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയാണ് പ്രധാന വിഷയം എന്നതാണ്. പതുക്കെ വളരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകാം. ജോലിയിൽ ഉയർച്ച, വരുമാനത്തിൽ പുരോഗതി, പുതിയ ഉപഭോക്താക്കൾ, പുതിയ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിന് ലഭിക്കുന്ന അംഗീകാരം. വി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് ഒരു പ്രധാന നിർദ്ദേശം കൂടിയുണ്ട്. ഒരു അവസരം വന്നാൽ ഇത് ചെറിയതാണ് എന്ന് കരുതി അവഗണിക്കരുത്. ചെറിയ അവസരങ്ങൾ വലിയ വഴികളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ്. ബന്ധങ്ങളിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുടെ പിന്തുണ ലഭിക്കും. വി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ വളർച്ച മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഇന്നലെയേക്കാൾ ഇന്ന് മുന്നിലാണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇനി അടുത്തതായിട്ട് ഡബ്ല്യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. ഡബ്ല്യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പഴയ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടാനുള്ള സാധ്യത കാണും എന്നതാണ്. ഇത് വലിയ കാര്യം തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. നിങ്ങൾ ഏറെക്കാലമായിട്ട് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു സാധനം, പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം, കാണാൻ ആഗ്രഹിച്ച ഒരാൾ, ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഇതിൽ ഒന്നെങ്കിലും നടക്കാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ലഭിക്കാം. ഡബ്ല്യു എന്ന അക്ഷരത്തിൽ പേരു തുടങ്ങുന്നവർക്കുള്ള പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇനി അടുത്തതായിട്ട് എക്സ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. എക്സ് എന്ന അക്ഷരക്കാർ വളരെ കുറവാണെങ്കിലും
ഈ അക്ഷരക്കാർക്ക് പറയാനുള്ളത് വളരെ പ്രത്യേകമാണ്. 2026 അവസാനിക്കുന്നതിന് മുൻപ് ഒരു അപ്രതീക്ഷിത ബന്ധം അല്ലെങ്കിൽ അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാം. ഒരു പുതിയ പരിചയം ഭാവിയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറാം. എക്സ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് പുതിയ സ്ഥലങ്ങളുമായും പുതിയ ആളുകളുമായും ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു ചെറിയ പരിധിയിൽ നിന്ന് വലിയൊരു പരിധിയിലേക്ക് മാറാം. എക്സ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റത്തിന്റെയും അർത്ഥം ഉടൻ മനസ്സിലാകണമെന്നില്ല. സമയം കഴിഞ്ഞാൽ കാരണം മനസ്സിലാകും. ഇനി അടുത്തതായിട്ട് വൈ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം വൈ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലെ ആശയക്കുഴപ്പം മാറുന്ന സമയമായിരിക്കും ഇത്. നാളുകളായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിന്നിരുന്നുവെങ്കിൽ ഇനി വ്യക്തത വരും. ആരെ വിശ്വസിക്കണം, എവിടെ നിൽക്കണം, ഏത് ജോലി തിരഞ്ഞെടുക്കണം, എന്താണ് ഉപേക്ഷിക്കേണ്ടത്, ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. വൈ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് സാമ്പത്തികമായി ഒരു പുതിയ പദ്ധതി തുടങ്ങാം. നിങ്ങളുടെ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ കൂടുതൽ ബോധം വരും. ബന്ധങ്ങളിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവരിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങും. വൈ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന തീരുമാനമാണ് പലപ്പോഴും ശരിയായ തീരുമാനം. ഇനി അടുത്തതായിട്ട് സെഡ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് പറയാം. നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം സെഡ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് ഒരു അടഞ്ഞ അധ്യായം അവസാനിച്ച് പുതിയ അധ്യായം തുടങ്ങുന്ന സൂചനയാണ് കാണുന്നത്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന ഒരു വിഷമം, ഒരു പഴയ ബന്ധം, ഒരു പഴയ പരാജയം, ഒരു പഴയ ഭയം, ഇതിലേതെങ്കിലും ഒന്ന് പിന്നിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. സെഡ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് സാമ്പത്തികമായി പുതിയൊരു അവസരം വരാം. ജോലിയിൽ മാറ്റമുണ്ടാകാം, യാത്രയുണ്ടാകാം, അല്ലെങ്കിൽ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകാം. പക്ഷെ ഏറ്റവും വലിയ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ്. സെഡ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ കരുതുന്നതിലും വലിയൊരു അധ്യായം ഇനി എഴുതാനുണ്ട്. ഇനി നമ്മളിപ്പോൾ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളുടെ കാര്യവും നോക്കി. നിങ്ങളുടെ അക്ഷരം ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും പൊതുവായിട്ട് പറയാനുണ്ട്: 2026 അവസാനിക്കുകയാണ് എന്ന ചിന്തയിൽ പേടിക്കേണ്ട. സമയം ഇനിയുമുണ്ട്. ഇന്ന് ഓഗസ്റ്റ് മാസമാണ്. വർഷത്തിന്റെ അവസാനത്തിലേക്ക് പോകുന്ന ഈ ഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: ഇനി മാറ്റിവയ്ക്കാൻ സമയമില്ല. നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയ കാര്യം പെട്ടെന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് അവസാനിപ്പിക്കണമെന്ന് തോന്നിയ വിഷമം പതുക്കെ വിട്ടുകളയുക. നിങ്ങൾക്ക് തിരുത്തേണ്ട ഒരു ശീലം തിരുത്തുക. സംരക്ഷിക്കേണ്ട പണം സംരക്ഷിക്കുക. പറയാനുള്ള ഒരു നല്ല വാക്ക് പറയുക. പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. കാരണം ഭാവി എന്താണെന്ന് കൃത്യമായി ആർക്കും പറയാൻ കഴിയില്ല. എല്ലാം ഭഗവാനിൽ വിട്ടുകൊടുക്കുക. ഭഗവാനെ ചേർത്ത് പിടിക്കുക എന്നതാണ്. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.